എൻ്റെ ഗൈസ് ഒരു രക്ഷയില്ല. ഒരു ദിവസം ഓഫ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇളകും. എവിടുന്നാന്നറിയില്ല, എങ്ങോട്ടേലും പോകണമെന്നുള്ള ഒരു ഇളക്കം. ഇപ്പൊ ഞാൻ ടിക്കറ്റ് പോലും ബുക്ക് ചെയ്തിട്ടില്ല. ബർത്ത്ഡേ ആയിട്ട് കുറച്ച് ദിവസം ഓഫ് എടുത്ത് വീട്ടിലിരിക്കാന്ന് വിചാരിച്ചപ്പോ ഇതാണ് അവസ്ഥ. ഒന്നും നോക്കില്ല, പിറ്റേന്നത്തെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് അങ്ങോട്ട് ബുക്ക് ചെയ്തു. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ എങ്ങോട്ടാ പോവാന്ന് സ്കൈ സ്കാനറിനോട് ചോദിക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഏത് എയർപോർട്ടിൽ നിന്നാണോ നിങ്ങൾക്ക് ഡിപ്പാർട്ട് ചെയ്യേണ്ടത് അത് കൊടുക്കുക. ഫ്രമില് 2 ഉള്ളടത്ത് എവറിവെയർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. സ്പെസിഫിക് ഡേറ്റ്സ് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ഡേറ്റ്സിൽ ഏത് മന്ത് ആണെന്നുള്ളതും കൊടുക്കാം. ഞാനിവിടെ ജൂൺ ചൂസ് ചെയ്തു. അപ്പൊ നമുക്ക് ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റിൽ ഏതൊക്കെ രാജ്യത്തേക്ക് പോവാന്നുള്ള ഓപ്ഷൻസ് കാണാം. അപ്പൊ ഞാനിതാ ഗൈസ് 2 പെയർ ഓഫ് ഡ്രസ്സും പാക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ. രാത്രി മൊത്തം എങ്ങോട്ടാ പോവാന്ന് ആലോചിച്ചിരുന്നിട്ട് ഒരു പൊടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എന്റെ സ്വന്തം മാഞ്ചസ്റ്റർ എയർപോർട്ടിലെത്തി. ലിക്വിഡ്സ് ഒക്കെ സെപ്പറേറ്റ് പാക്ക് ചെയ്തുകൊണ്ടും ചെക്ക് ഇൻ ബാഗേജ് ഇല്ലാത്തതുകൊണ്ടും സെക്യൂരിറ്റി ചെക്ക് ഒക്കെ സ്മൂത്ത് ആയിട്ട് പോയി. ഫ്ലൈറ്റിൽ കയറി ഉറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പോ ഒരു കുഞ്ഞാപ്പു ഒരു രക്ഷയില്ല എന്നെ ഏഞ്ഞു വലിഞ്ഞു വിടാതെ നോക്കിക്കൊണ്ട് ഓരോ കോപ്രായം കാട്ടിക്കൊണ്ടിരിക്കുക. കുഞ്ഞാപ്പുന്റെ ഡാഡി മാമി കുറെ അടക്കിയിരുത്താൻ നോക്കിയെങ്കിലും ഒന്റെ മെതുക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. ഇക്കോ ഒന്നെടുത്തിട്ടൊന്ന് പീച്ചാനൊക്കെ തോന്നി. പക്ഷെ സായിപ്പിന്റെ കുഞ്ഞായി പോയില്ലേ. അങ്ങനെ ഞങ്ങൾ കുറെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നപ്പോത്തിനും സ്ഥലം എത്തി. അങ്ങനെ ഞാൻ പാരീസിലെത്തിയൊക്കെയാണ് ഗായ്സ്. ഇറ്റലിക്കാണ് ഷെങ്കൻ വിസ കിട്ടിയെങ്കിലും ഞാൻ ഫസ്റ്റിൽ വന്നത് പാരീസിക്കാണ് കേട്ടോ. എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ലേ. ഇമിഗ്രേഷനിൽ ഒന്നും ചോദിച്ചില്ല, ചുമ്മാ സ്റ്റാമ്പ് അടിച്ചു. പാരീസ് ഷാൾ ഡു ഗോൾ അപ്പറഞ്ഞ എയർപോർട്ടിലാണ് ഞാൻ വന്നിറങ്ങിയത്. അങ്ങനെ ഐഫിൽ ടവർ ലക്ഷ്യമാക്കി ഞാൻ ഇറങ്ങി തിരിച്ചു. ബസ്സിലും ട്രെയിനിലും എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുൾ ഡേ നാവിഗോ പാസ് എടുത്തിട്ടാണ് ഞാൻ പോയത്. ഈ പാസ് എങ്ങനെ ഞാൻ ഓൺലൈനിൽ എടുത്തതെന്നും എവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നതെന്നും നെക്സ്റ്റ് വ്ളോഗിൽ പറയാം കേട്ടോ. അപ്പൊ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്തോളൂ കേട്ടോ, ഒരിക്കലും നഷ്ടാവില്ല.